ഇതെൻ്റെ അച്ഛനാണ്. എനിക്ക് അച്ഛനെ വേണം. ഞങ്ങൾക്ക് പൈസ ഒന്നുമില്ല. അഭിജിത്ത്, ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ അമ്മയാണ് അച്ഛന് വൃക്ക കൊടുക്കുന്നത്. അച്ഛന് വൃക്ക കംപ്ലൈൻ്റാണ്, അതുകൊണ്ട് അമ്മയാണ് വൃക്ക കൊടുക്കുന്നത്. ഞങ്ങളെ കൊണ്ട് താങ്ങാനുള്ള കഴിവില്ല. ഞങ്ങൾ പാവത്തുങ്ങളാണ്. എൻ്റെ മോന് കഷ്ടപ്പെട്ട ഇവിടെ ജീവിക്കുന്നതും എടുക്കുന്നതല്ല. അവൾക്ക് പെണ്ണിനും ആങ്ങളന്മാരും ആരുമില്ല, തന്തയും തള്ളയും മാത്രമേ ഉള്ളൂ. അതും പൈസ എന്ന് 2 പൊടി കുഞ്ഞുങ്ങളാണ്. ആ കാണുന്നവർ എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ മോനെ സുഖമാക്കി തരണം. ഞങ്ങൾ കിഴക്കേമാറിനോട്ട് എല്ലാം താമസിക്കുന്നത് പത്രാശ്രം പഞ്ചായത്തിൽ, കൊല്ലം ജില്ലയിൽ പത്രാശ്രം പഞ്ചായത്തിൽ കിഴക്കേ മാറനാട്ടാണ് താമസിക്കുന്നത്. ഇത് എൻ്റെ സഹോദരനാണ്, ഭർത്താവിൻ്റെ സഹോദരൻ. ഇയാൾക്ക് 3-4 വർഷമായിട്ട് കിഡ്നിക്ക് കംപ്ലൈൻ്റാണ്. അത് മാറ്റി വയ്ക്കണമെന്നാണ് പറയുന്നത്. നേരത്തെ ഒരെണ്ണത്തിലേ ഉള്ളായിരുന്നു. ഇപ്പം ഈ കൊറോണയൊക്കെ വന്നപ്പം അത് ചികിത്സയ്ക്ക് പോകാതിരുന്നപ്പോൾ 2ലും വ്യാപിച്ച് ഇപ്പോൾ മാറ്റി വയ്ക്കണമെന്നാണ് പറയുന്നത്. ഈ അനിയൻ്റെ ഭാര്യയാണ് അത് ദാനം ചെയ്യുന്നത്. അന്നേരം അതിന് വേണ്ടുന്ന വലിയൊരു എമൗണ്ട് ആകും. അപ്പം ഞങ്ങളെ കൊണ്ടൊന്നും താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഞങ്ങൾക്ക് സഹായിക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവിധ നല്ല നാട്ടുകാരും സഹോദരങ്ങളും എല്ലാവർക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർക്കെല്ലാം ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എൻ്റെ അനിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളും ശ്രമിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട സഹായം ഞങ്ങൾക്ക് വേണം. ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ സഹോദരനെ ഒന്ന് രക്ഷിക്കണം. അതിനുവേണ്ടി എല്ലാവരോടും യാചിക്കുന്നു. അപ്പോൾ അനിച്ചേട്ടൻ്റെ വൈഫ് ഷീജ ചേച്ചി ഈ ഒരു കൂട്ടത്തിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ചേച്ചി, അനിച്ചേട്ടൻ എന്താ സംഭവിച്ചത്? ഇത് ഇപ്പം 2019 മുതലാണ് ഇതിൻ്റെ ചികിത്സ തുടങ്ങിക്കൊണ്ടിരുന്നത്. അതിനുമുമ്പ് ഭയങ്കര സ്കൂളിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടുന്ന് ആ രാത്രി ഭയങ്കര വയറുവേദനയും ഛർദിലുമായിട്ട് കൊട്ടാരക്കര ആശുപത്രിയിൽ 2019 ചെന്ന് പരിശോധിച്ചത്. പിന്നെ അങ്ങനെ അവിടുത്തെ ഡോക്ടർ തന്നെ നമ്മൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഇത് നിൽക്കാത്തതുകൊണ്ട് അങ്ങനെ അത് സ്കാൻ ചെയ്താൽ കണ്ടുപിടിച്ച കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആണെന്ന്. അങ്ങനെ മെഡിക്കലി ആ ഡോക്ടർ തന്നെ നമ്മളെ റെഫർ ചെയ്ത് അങ്ങോട്ട് വിട്ട്. ഡോക്ടർ തന്നെ എന്നൊക്കെ OP ഉണ്ടെന്നൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ മെഡിക്കലിൽ കൊണ്ടുപോയി. പിന്നെ അങ്ങനെ അത് ആദ്യമായിട്ട് ആരംഭം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ 2019 ആ ഒരു കാലഘട്ടത്തിൽ കൊറോണ ഒക്കെ വന്നപ്പോഴത്തേക്ക് ചികിത്സ 1.5 വർഷത്തോളം മുടങ്ങി. ചെയ്യാൻ പറ്റാതായി പോയി. ഇപ്പം നിലവിൽ 2ാമത്തെ കിഡ്നിക്കും ബാധിച്ച്. അങ്ങനെ ഡോക്ടർ അങ്ങനെ ആ സമയത്ത് അഡ്മിറ്റ് ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മാറ്റി വെച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനെ വീട്ടിലൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു ആശുപത്രിയിൽ നിന്നൊക്കെ. അന്നേരം വേറെ ആരുടെയും ശരിയാകത്തുണ്ട്. പിന്നെ ഡോക്ടറുടെ ഞാൻ തന്നെ പറഞ്ഞത് എൻ്റേത് പോസിറ്റീവാണ്. അന്നേരം തന്നെ ഡോക്ടർ എനിക്ക് OP ടിക്കറ്റ് എടുപ്പിച്ച് അതെ. അങ്ങനെ എൻ്റെ എല്ലാ ടെസ്റ്റുകളും ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് സാമ്പത്തികം വേണമെന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ സ്വന്തമായിട്ടാണെങ്കിലും അതിൻ്റെ പകുതിയോളം സാമ്പത്തിക സഹായം ആവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് കണ്ടെത്താൻ വേണ്ടിയാണ് ഇപ്പം നാട്ടുകാരെല്ലാവരും കൂടി ഇപ്പം ഇതിനിടയ്ക്ക് ഇപ്പം 12-ാം തീയതി ഡയാലിസിസിന് പോയപ്പം ഭയങ്കര ഛർദിയും ശ്വാസമുട്ടലും കൂടി. അങ്ങനെ 2 തവണ കൊട്ടാരക്കര ആശുപത്രി കൊണ്ടുപോയി. എന്നിട്ടും അവിടെ ശരിയാവാഞ്ഞ് ആ രാത്രി തന്നെ ചേട്ടൻ്റെ ഒരു അനിയനാ ആട്ടോയിൽ നമ്മളെ തിരുവനന്തപുരത്ത് എത്തിച്ച് അവിടെ ഓക്സിജനൊക്കെ കൊടുത്തിട്ടിരുന്നതാണ്. ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് കൊടുക്കുമെങ്കിൽ 15 ലക്ഷത്തോളം ആവുമെന്നാ പറഞ്ഞേക്കുന്ന ചികിത്സ. ഇത് കണ്ടെത്താൻ എന്തെങ്കിലും ഒരു മാർഗം നമുക്കുണ്ടോ? കണ്ടെത്താനുള്ള മാർഗം ഇപ്പം ഈ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് അതിനുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് വരികയാണ്. പിന്നെ അവരെ കൊണ്ടും സാധിക്കാത്തതുകൊണ്ട് ഇപ്പം മറ്റുള്ളവരും കൂടെ സഹായിക്കാൻ വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹം പുത്തൂരിലൊരു വർക്ക്ഷോപ്പിൽ നല്ല അടിപൊളി ഒരു മെക്കാനിക്കായിരുന്നു. വർഷങ്ങളോളം നമുക്ക് പരിചയമുണ്ട്. നല്ല രീതിയിൽ വാഹനങ്ങളുടെ എല്ലാം പണി ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അപ്പം രോഗശൈലിയിലായിട്ട് കുറച്ച് നാളുകളായി. അപ്പം ഈ ഒരു ചികിത്സയായിട്ട് ബന്ധപ്പെട്ട്
ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമുള്ള വലിയൊരു തുക നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എത്ര മക്കളാ? 2 പേര്. ഇതാണ് മൂത്തത് മോൻ 8 പഠിക്കുന്നു, ഇളയത് 3 പഠിക്കുന്നു. ഇപ്പോൾ 2 പിഞ്ച് കുഞ്ഞുങ്ങളാണുള്ളത്. അപ്പോൾ ഈ ഒരു കുടുംബത്തിന് നമ്മുടെ തീർച്ചയായിട്ടും വലിയൊരു സാമ്പത്തിക സഹായം നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. മോനെ എത്രല്ല പഠിക്കുന്നേ? മോളോ? 3-ലാ. അപ്പം ഈ കുട്ടികളാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ ചികിത്സയൊക്കെ നടക്കത്തുള്ളൂ. ഇപ്പോൾ ഡോണറായിട്ട് വൈഫ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പം ഇവർക്ക് കൊടുക്കാനായിട്ട് ആളുണ്ട്. അപ്പോൾ ഇത് നമുക്കറിയാം, ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള എക്സ്പെൻസാണ്. അപ്പോൾ അത് കണ്ടെത്താൻ ഈ ഒരു സാധാരണ കുടുംബത്തിന് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹായ സഹകരണം ഈ ഒരു വ്യക്തിക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ അക്കൗണ്ട് നമ്പർ, ഡീറ്റെയിൽസ്, മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വിളിച്ച് ഇദ്ദേഹത്തിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. വളരെ അടിയന്തരമായിട്ട് നമുക്ക് വലിയൊരു ഫണ്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കുക.